പ്രോസിക്യൂട്ടർ ഓഫീസിന് മുന്നിൽ അർജുൻ മട്ടന്നൂരും ലാലിന്റെ വീട്ടിൽ സജോ ദേവസ്യമുണ്ട്. ഈ ലാലിന്റെ വീട്ടിലേക്കാണ് നടി ആദ്യം വന്ന് കയറുന്നത്. ഈ സംഭവത്തിനു ശേഷം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ലാലിനോട് ഈ കാര്യങ്ങൾ പറയുന്നതും. പിന്നീടാണ് പി.ടി. തോമസ് അവിടെ എത്തുന്നതും ഗിരീഷ് ചന്ദ്ര അടക്കമുള്ളവർ അവിടെ എത്തി പിന്നീട് അന്വേഷണത്തിലേക്ക് കടക്കുന്നതും. ലാലിന്റെ വീട്ടിൽ സജോ ഉണ്ട്. സജോ, ഈ വീട്ടിലേക്കാണ് നമ്മുടെ പെൺകുട്ടി അതിജീവിത അന്നത്തെ രാത്രിയിൽ ആ ക്രൂരമായ സംഭവത്തിന് ശേഷം ഓടിക്കയറി വരുന്നത്. ഈ പെൺകുട്ടി നിശബ്ദയായിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റുന്നതും അവിടെയാണ്. അന്ന് ലാലെടുത്ത നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ്. പി.ടി. തോമസിനെ അടക്കം വിളിക്കുന്നു. പി.ടി. തോമസ് അവിടേക്ക് വരുന്നു. പി.ടി. തോമസിനോട് കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി തുറന്നു പറയുന്നു. ഞെട്ടലോടുകൂടി പി.ടി. തോമസ് അത് പോലീസിനെ അറിയിക്കുകയും ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ പി.ടി. തോമസ് ആ മൊഴിയിൽ നിന്ന് മാറിയിരുന്നില്ല. പി.ടി. തോമസ് നമ്മളെ വിട്ടുപോവുകയും ചെയ്യുന്നു. ലാലിന്റെ മൊഴിയും വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടെ നിന്ന പലരും കൂറുമാറി, അത് നമ്മൾ കണ്ടു. പലരും കാലുമാറുന്ന സാഹചര്യം ഉണ്ടായി. ലാലിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ 8.5 വർഷം മുമ്പ് ഈ ഫെബ്രുവരി മാസം 17-ാം തീയതി അർദ്ധരാത്രിയിൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടി അവിടേക്ക് ഓടിക്കയറി വരുന്നത് ഒരു ഞെട്ടലോടുകൂടി നമ്മൾ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, അല്ലേ സജോ? ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും 2017 ഫെബ്രുവരി 17, അതായത് അതിജീവിതയുടെ പിന്നീടുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരിടം എന്നത് പടമുകളിലെ ലാലിന്റെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീടാണ്. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. തൽക്കാലം അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയിച്ചത്. ഈ വീട്ടിലേക്ക് നടി എത്തുന്നു, അതിജീവിത എത്തുന്നു. അവർ ഈ ആക്രമിക്കപ്പെട്ട വിവരം നടനും സംവിധായകനുമായ ലാലിനോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹം പിന്നീട് വിവരം അറിയിച്ചതനുസരിച്ചാണ് അദ്ദേഹത്തിൽ നിന്ന് ആൻഡ്രോ ജോസഫ് പറഞ്ഞു. അതിനുശേഷമാണ് പി.ടി. തോമസ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നടിയോടൊപ്പം അടിയുറച്ചു നിന്ന ഒരു മനുഷ്യനാണ് പി.ടി. തോമസ് എം.എൽ.എ. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നത് സങ്കടകരമാണ്. അദ്ദേഹം പിന്നീട് ഇവിടെ വരികയും നടിയെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും അപ്പോൾ തന്നെ IG അടക്കം ഫോണിൽ വിളിച്ചു കൊടുക്കുകയും ഇതിൽ നീതിക്ക് വേണ്ടി പോരാടണം എന്ന വലിയ ആത്മവിശ്വാസം കൊടുക്കുകയും ചെയ്ത സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ഈ കേസ് വലിയ ഒരു നിയമ പോരാട്ടമായി, നീതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടമായി മാറിയത് നടിക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നടൻ ലാൽ അവരെ ചേർത്ത് പിടിച്ചു, ആ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, ആശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് ഈ കേസിലേക്ക് പി.ടി. തോമസിന്റെ എൻട്രി ഇതേ വീട്ടിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് പി.ടി. തോമസിന്റെ എൻട്രി കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെ ഉമാ തോമസ് അടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി അതിൽ നിന്ന് പിന്മാറ്റാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. അപ്പോൾ ഇങ്ങോട്ടേക്ക് അവർ എത്തിച്ചേർന്നു എന്നത് ഈ അനീതി, ഈ അതിക്രമം, ഇത്ര വലിയ ക്രൂരമായ അതിക്രമം ഈ നടി നേരിട്ടപ്പോൾ അതിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കം യഥാർത്ഥത്തിൽ ആ സമയത്ത് ആ രാത്രി ഇവിടെ തന്നെ സംഭവിച്ചു എന്നതാണ്. അതിന് ലാലിന്റെ വീടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര വലിയ അതിക്രമമാണ്! നമ്മുടെ രാജ്യത്ത് തന്നെ കേട്ടുകേൾവിയില്ലാത്ത വിധം ഇങ്ങനെയൊരു കൊട്ടേഷൻ, ഇത്രയും ക്രൂരമായൊരു നീചകൃത്യത്തിന് കൊട്ടേഷൻ കൊടുത്തു. അതിൽ ഈ സ്ഥലത്തേക്ക് തന്നെ, അതായത് പടമുകൾ എന്ന് പറയുന്ന സ്ഥലമാണ്, സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി വരുന്നു. അതിൽ പിന്നീടുള്ള കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിനകം നമ്മൾ പറഞ്ഞതാണ്. ആളുകൾക്ക് അറിയുകയും ചെയ്യാം എത്ര വലിയ അനീതി നേരിട്ടു വന്നത്. അതിൽ പ്രധാനം ഉറപ്പായും ഈ വീട്, ലാലിന്റെ ഈ വീട് തന്നെയാണ്. ആ വീട് അതിജീവിതയ്ക്ക് ആ ഘട്ടത്തിൽ സുരക്ഷയും സംരക്ഷണവും ഒരുക്കി ആശ്വാസം പകർന്നു എന്നതാണ്. ആ ഘട്ടത്തിൽ ഇടപെട്ട ആളുകൾ, പ്രത്യേകിച്ച് നടൻ ലാൽ ഉൾപ്പെടെ, പിന്നീട് പി.ടി. തോമസിന്റെ എൻട്രിയും ഉറപ്പായും ഈ കാര്യത്തിൽ. കാരണം അദ്ദേഹവുമായി പിന്നീട് ആശയവിനിമയം നടത്തിയ പല ആളുകളും ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടായി എന്ന് മാത്രമല്ല ഉമാ തോമസ് ആവർത്തിച്ച് പറഞ്ഞു. അദ്ദേഹം ആ ഘട്ടത്തിലെല്ലാം ഈ കേസ് അന്വേഷണത്തിന്റെ വേളയിലെല്ലാം ഉറച്ച നിലപാട് സ്വീകരിച്ചതും ഈ കേസിനെ ഈ നിലയിൽ അത് വലിയ രീതിയിൽ നീതി ഉറപ്പാകുമോ, പൂർണ്ണമായ നീതി എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. അധികം സമയം അതിനില്ലല്ലോ. പക്ഷേ ഇങ്ങോട്ടേക്ക് അതിജീവിതയ്ക്ക് എത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അതല്ലെങ്കിൽ ഒരുപക്ഷേ പല രീതിയിൽ എന്നിട്ടും എത്ര ശ്രമങ്ങൾ നമ്മൾ കണ്ടു. ഏതായാലും നീതി ഉറപ്പാകുമെന്ന പ്രതീക്ഷയുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. തൽക്കാലം ഒരു പ്രതികരണത്തിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, വിധി വരട്ടെ. വിധി വരുമ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു സ്പോട്ടിലാണ് സജോ ദേവസ്യൻ നിന്നത്. ഈ ആക്രമണം കഴിഞ്ഞ് നടിയെ ഉപേക്ഷിക്കുമ്പോൾ നടി ആദ്യം കയറി വരുന്നത് ഈ വീട്ടിലേക്കാണ്. അവിടെ വന്നാണ് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്.